പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ വചനം അത് മാറ്റമില്ലാത്തതാണ്. അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമായിരിക്കുന്നതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു. റോമാലേഖനം ക്രമീകൃതമായിട്ട് പഠിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന എല്ലാ ഭാഗ്യ പദവിക്കായിട്ട് നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. റോമാലേഖനം 13-ാം അധ്യായം 11, 12, 13 വാക്യമാണ് നാം ഇന്നലെ ധ്യാനിച്ചത്. നാം ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. യോന കടലിന്റെ അടിത്തട്ടിൽ കപ്പലിൽ ഉറങ്ങിയതുപോലെ ഉറങ്ങുവാൻ ഇനി നമുക്ക് സമയമില്ല എന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു. നാം വിശ്വസിച്ചിരിക്കുന്ന സമയത്തെക്കാട്ടിലും രക്ഷ അധികം നമുക്ക് അടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. രാത്രി കഴിയാറായി, പകൽ ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ വരവിൻ്റെ മാറ്റൊലികൾ നാം നാട്ടിലെങ്ങും കേൾക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിൽ ഒരിക്കൽ കൂടെ കേൾക്കുവാൻ, കർത്താവിൻ്റെ വരവിനായി നമ്മെ തന്നെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഉദ്ബോധിപ്പിച്ചു. ഇന്ന് രാത്രി അതിൻ്റെ തുടർന്ന വാക്യങ്ങളാണ് നാം വായിക്കുവാനായി പോകുന്നത്. ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ഒരു ആത്മീയ യുദ്ധസമയത്ത് സ്ഥലത്ത് നിൽക്കുന്ന ഒരു പടയാളിയോട് ദൈവം പറയുകയാണ്, ഇരുട്ടിൻ്റെ പ്രവർത്തികളെ നീ വെച്ചു കളയണം, വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കണം. പകൽ സമയത്ത് എന്നതുപോലെ മര്യാദയായിട്ട് നടക്കണം. വെറുക്കൂത്തിലും മദ്യപാനത്തിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ വചനം പറയാണ്, പകൽ സമയത്ത് എന്നതുപോലെ നാം മര്യാദയായിട്ട് നടക്കുക. ഈ വാക്യത്തിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, വാക്ക് പ്രോപ്പർലി, ബിഹേവ് പ്രോപ്പർലി എന്നുള്ളതാണ്. ഒരു ദൈവ പൈതലിനെ പോലെ പെരുമാറുക. ഓരോ വാക്കിലും, ഓരോ നോട്ടത്തിലും, ഓരോ കൊടുക്ക വാങ്ങലും നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകേണ്ട ചിന്ത ഇതാണ്, ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണ്. ആമേൻ. ലോകത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിനെ വരച്ചു കാണിക്കേണ്ടവനാണ് ഞാൻ. വാക്ക് ഓണസ്റ്റ്ലി, സത്യസന്ധമായി നടക്കുക. സ്തോത്രം. ഈ മക്കളെ, നാം ആന്തരികമായിട്ട് എന്താണോ അതിൻ്റെ ഒരു ബാഹ്യ പ്രകടനമാകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ അകത്തുള്ള സ്പിരിച്വാലിറ്റി, നമ്മുടെ അകത്തുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ അടുത്തു വരുന്നവർ തിരിച്ചറിയത്തക്കവണ്ണം, ആ ദൈവ സാന്നിധ്യം നമ്മിൽ നിന്ന് ഒഴുകത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാട്യങ്ങൾ പാടില്ല. നാം രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ ആ രക്ഷയുടെ അനുഭവത്തിൽ നാം ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ആത്മാവിൻ്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു ദൈവ പൈതൽ, അവന്റെ ഹൃദയത്തിനകത്തുള്ള ആഗ്രഹം, എനിക്ക് എല്ലായ്പ്പോഴും ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തുവാൻ കഴിയും, എങ്ങനെ പ്രസാദിപ്പിക്കാൻ കഴിയും, പ്ലീസ് ചെയ്യാൻ പറ്റും, ദൈവത്തെ എങ്ങനെ എൻ്റെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുവാൻ കഴിയും. ദൈവമക്കളെ, ഈ ദുഷ്ടലോകത്തിൽ കർത്താവിൻ്റെ മക്കളാകുന്ന നമുക്ക് ഒരു ബോധ്യമുണ്ടായിരിക്കണം, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. അതിനെന്ത് വേണമെന്നറിയാമോ? നമ്മുടെ വാക്കും നമ്മുടെ ജീവിതവും ഒരുപോലെ വരണം. Does your walk and your talk matches? That's a matter. നമ്മുടെ സംസാരവും നമ്മുടെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്തോത്രം. നമ്മൾ ദൈവമക്കളെന്ന് അഭിമാനിക്കുമ്പോൾ മറ്റുള്ളവർ ദൈവമക്കളെ പറ്റി പറയുന്ന ഒരു പ്രധാനപ്പെട്ട അപവാദമാണിത്. പ്രസംഗം പോലെ ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് അടിയറവ് പറഞ്ഞിട്ട് പറയാം, കർത്താവേ, എൻ്റെ പ്രസംഗത്തെക്കാൾ എൻ്റെ ജീവിതം മറ്റുള്ളവരോട് സംസാരിക്കട്ടെ. എൻ്റെ ജീവിതം ഒരു പ്രസംഗമാകട്ടെ. എൻ്റെ ജീവിതം സുവിശേഷമായി മാറട്ടെ. എൻ്റെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ കർത്താവിങ്കിലേക്ക് വരുവാൻ ഇടവരട്ടെ. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവേ, എൻ്റെ പ്രസംഗവും
എൻ്റെ ജീവിതവും രണ്ടാകരുത്. എൻ്റെ ജീവിതമാകട്ടെ എൻ്റെ പ്രസംഗം, എൻ്റെ പ്രസംഗമാകട്ടെ എൻ്റെ ജീവിതം. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ ആമേൻ. നമ്മുടെ ജീവിതം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് നമ്മളൊരു ഓപ്പൺ ബുക്ക് ആയിരിക്കണം. ആരെടുത്ത് വായിച്ചാലും നമ്മൾ കുറ്റം കണ്ടെത്തുവാൻ കഴിയരുത്. എബ്രായ ബാലന്മാരെ നോക്കിക്കേ. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോ നമുക്കറിയാം, അവരുടെ അപ്പനമ്മമാരോ അവരെ ആമേൻ നോക്കാനോ കാണാനോ ആരുമില്ല. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ഉൾത്തടത്തിലൊരു ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യമായിരുന്നു അവരെ മുന്നോട്ട് നടത്തിയത്. എല്ലാവരും ജീവിക്കുന്ന പോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എല്ലാവരും ആരാധിക്കുന്ന പോലെ എനിക്ക് ആരാധിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു വ്യവസ്ഥയുണ്ട്, ഞാൻ ആരാണെന്നൊരു ബോധ്യം എനിക്കുണ്ട്. അതാണ് എബ്രായ ബാലന്മാർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാതായി പോയത്. ബാക്കി എല്ലാവരും കോംപ്രമൈസ് ചെയ്തപ്പോ എബ്രായ ബാലന്മാര് പറഞ്ഞു, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, രാജാവിന് മുട്ടുമടക്കുവാൻ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആമേൻ. ഈ തീച്ചൂളയിൽ വീണാലും ഞങ്ങളെ ദൈവം ഞങ്ങളെ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ആമേൻ, സ്തോത്രം, ഞങ്ങൾ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കത്തില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കിന് രാജാവിന്റെ, ആമേൻ, സ്തോത്രം, മുഖഭാവം മാറി. ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിന്റെ 7 മടങ്ങ് ചൂടുപിടിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. എന്നാൽ ശ്രദ്ധിക്കണമേ, അവരെ കൊണ്ടിട്ടവർ തീച്ചൂളയിൽ എരിഞ്ഞ് ദഹിച്ചു പോയപ്പോൾ ആ 4 പേർ, ആമേൻ, സ്തോത്രം, അവർക്ക് നാലാമനായി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. രാജാവ് നോക്കുമ്പോൾ, ആമേൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്ന ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂടെ വാതിക്കൽ അടുത്ത് എന്നിട്ട്, ഹല്ലേലൂയ, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഭാഗമുണ്ട്. സ്തോത്രം, പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും, ആമേൻ ആമേൻ, ഞാൻ വായിക്കുന്ന ദാനിയേൽ 3:27 അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും, അടുത്ത വാക്ക് ശ്രദ്ധിക്കണമേ, തീയുടെ മണം പോലും തട്ടാതെയും ഇരിക്കുന്നത് കണ്ടു. ദൈവത്തിനു വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുന്ന ദൈവ പൈതലേ, തീച്ചുളക്കകത്തു നീ വീണാലും തീയുടെ മണം പോലും തട്ടാതെ നിന്നെ വിടിവിപ്പാൻ തീയിൽ 4-മനായി ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് രാത്രി നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാതിരുന്ന ഈ ചെറുപ്പക്കാര് മുഖാന്തരം എന്ത് സംഭവിച്ചെന്നറിയാമോ? 28-ാമത്തെ വാക്യത്തിൽ നെബൂഖദ്നേസർ ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവനാണ്. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ചു വിടിവിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. രാജാവിന്റെ സാക്ഷ്യം കേട്ടോ. ദ ടെസ്റ്റിമണി ഓഫ് ദ എനിമി. ഈ കർത്താവിന് വേണ്ടി നിന്റെ പ്രാണം വെച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ രാജാവ് വിളിച്ചു പറയും, നിന്റെ എനിമി, നിന്നെ പകയ്ക്കുന്നവർ പറയും, അവൻ സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ദേഹത്തോട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, കത്തിച്ച് ചാരമാക്കിക്കൊള്ളട്ടെ, എന്നാലും എൻ്റെ ദൈവത്തെ വിടുന്ന പരിപാടിയില്ല. നോ കോംപ്രമൈസ്. ഹല്ലേലൂയ. ഈ 29-ാം വാക്യം വളരെ സന്തോഷത്തോടെ വായിക്കണം ഒരു ദൈവ പൈതൽ. ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായക കൊണ്ട് ഏതു ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകലിക്കുകയും അവന്റെ വീട് ഞാൻ കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് വിധി കൽപ്പിക്കുന്നു. രാജാവിന്റെ വിധിയെ മാറ്റി. ആമേൻ. ഇപ്പോ ദേശത്ത് ബിംബമല്ല, ഇപ്പോ ദേശത്തെ ദൈവം രാജാവല്ല. ഇപ്പോൾ ദേശത്തെ ദൈവം ആരെന്നറിയാമോ? ശദ്രക്കിന്റെ ദൈവം, മേശക്കിന്റെ ദൈവം, അബേദ്നെഗോവിന്റെ ദൈവം. ഭാരതത്തിൽ വില കൊടുക്കാൻ നീ തയ്യാറാണോ? നിന്റെ ദേഹത്തെ വെച്ചു കൊടുക്കാൻ തയ്യാറാണോ? തീച്ചുള്ളിയുടെ ചൂട്,
അതിന്റെ കോൺസിക്വൻസസ് ഹല്ലേലൂയ അത് നോക്കാതെ കർത്താവിന് വേണ്ടി ധൈര്യമായി നിൽക്കാൻ തയ്യാറാണോ? ചിലരുടെ വായിൽ നിന്ന് നീ കേൾക്കാൻ പോകുകയാണ്, ഇന്നാളിന്റെ ദൈവമാണ് ദൈവം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദൈവമക്കളെ, ദിവസങ്ങൾ നമുക്ക് വേണ്ടുന്നത് ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ദൈവത്തിനു വേണ്ടി ധൈര്യമായിട്ട് നിൽപ്പാനുള്ള അഭിഷേകമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം, ഒരു തുറന്ന പുസ്തകമായിരിക്കണം. നമ്മളിൽ ഒരിക്കലും പരീക്ഷത്വം ഉണ്ടാകാൻ പാടില്ല, രണ്ട് മുഖങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം, വ്യാജഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ദൈവത്തിന് പ്രസാദകരമായ ഒരു തുറന്ന പുസ്തകമായി കഴിയുന്നിടത്തോളം ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 6 പ്രധാനപ്പെട്ട പാപങ്ങൾ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 6 മെയിൻ സിൻസ്. അതിന്റെ പട്ടിക അങ്ങോട്ട് നിരത്തി കാണിക്കുകയാണ്. ഇന്നലത്തെ കാലഘട്ടത്തിലും അന്നെന്ന പോലെ ഇന്നും വളരെ പ്രധാനപ്പെട്ട 6 പാപങ്ങൾ. 1, വെറിക്കൂത്താണ് പറഞ്ഞിരിക്കുന്നത്. നിശാ ക്ലബുകളിലും മയക്കുമരുന്ന് കഞ്ചാവ് അടിക്കുന്ന കേന്ദ്രങ്ങളിലും ഒക്കെ പോയി കലഹങ്ങൾ ഉണ്ടാക്കുന്നവർ ഒരു സിന്നാണ്. ഒരു കൂട്ടം പാപത്തെയാണ് വെറിക്കൂത്ത് എന്ന് പറയുന്നത്. 2ാമത് പറഞ്ഞിരിക്കുന്നത് മദ്യപാനത്തെയാണ്. മദ്യപാനം, കള്ളുകുടിക്കുക, മയക്കുമരുന്ന് കഴിക്കുക. പുതിയ നിയമം പൊതുവെ വെറുക്കുന്ന കാര്യമാണിത്. ഈ വെറിക്കൂത്തും ഈ പറഞ്ഞിരിക്കുന്ന മദ്യപാനവും ഒരുമിച്ചാണ് പുതിയ നിയമത്തിൽ പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ശ്രദ്ധിക്കണമേ ദൈവമക്കളെ, മദ്യപാനം. ചിലർ പറയാറുണ്ട് മദ്യപിച്ചാൽ കുഴപ്പമില്ല. ദൈവത്തിന്റെ വചനത്തിൽ എവിടെയാണ് മദ്യപാനത്തെ എതിർത്ത് പറഞ്ഞിരിക്കുന്നതൊക്കെ ചോദിക്കുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവവചനം പറയുന്നു, മദ്യപാനി ദൈവത്തിന്റെ രാജ്യം അവകാശമാക്കുകയില്ല. മദ്യപാനം പാപമാണ്. അടുത്തത്, സ്തോത്രം, ശയനമോഹങ്ങൾ, വിവാഹരഹിതമായിട്ട് ലൈംഗിക ബന്ധങ്ങൾ, അത് പാപമാണ്. അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. അത് കൊടിയ പാപമാണ്. ദൈവത്തിന്റെ വചനം അതിനെ എതിർക്കുന്നു. The word of God is against that. സ്തോത്രം, chambering, go to the bed with somebody else. It's not your spouse. ദൈവത്തിന്റെ വചനത്തിനെതിരാണ്. It doesn't matter whether or not society condones it. God does not. ചില രാജ്യങ്ങളും ചില തത്വസംഹിതകളും ചില നിയമങ്ങളൊക്കെ അതിനെ അനുവദിച്ചെന്നിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും അതിനെ അനുവദിക്കുന്നില്ല. ദൈവം അതിനെ അനുവദിക്കുന്നില്ല. സ്തോത്രം. നിങ്ങളുടെ ജീവിത പങ്കാളി അല്ലാത്തൊരു വ്യക്തിയുമായി ബന്ധം പുലർത്തുവാൻ ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നില്ല. ദൈവം അതിന് അനുവദിക്കുന്നില്ല. അത് പാപമാണ്. ദൈവം വെറുക്കുന്ന പാപമാണ്. ഏതു സമൂഹം അതിനെ നല്ലതെന്ന് പറഞ്ഞാലും ഏതു കോടതി അതിനെ അംഗീകരിച്ചാലും ദൈവത്തിന്റെ വചനം പറയുന്നു ഇറ്റ് ഈസ് സിൻ. അടുത്തത് ദുഷ്കാമമാണ്. സ്തോത്രം. നിയന്ത്രിക്കാൻ കഴിയാത്ത സെക്ഷൽ ഡിസയേഴ്സ് ആൻഡ് ആക്ടിവിറ്റി. സമൂഹത്തില് സ്തോത്രം ഒരു കാഷ്വൽ മനോഭാവം ഉണ്ടായിരിക്കാം ഇതിനോടൊക്കെ. പക്ഷെ ദൈവവചനം ഇതിനെ ശക്തിയുക്തം എതിർക്കുകയാണ്. അടുത്തത് സ്ട്രൈഫാണ്, പിണക്കം. നിരന്തരം കലഹിക്കുന്ന, മത്സരപരമായ വൈരാഗ്യത്തിലും നിസാരമായ കാര്യത്തിലും വിയോജിപ്പ് ഏർപ്പെടുത്തി വിയോജിക്കുക, എന്ത് കാര്യത്തിനും വഴക്കുണ്ടാക്കുക, എവിടെയും പ്രശ്നങ്ങളെ സൃഷ്ടിക്കുക, എവിടെയും വിഭാഗീയ സൃഷ്ടിക്കുക. ആമേൻ. പിണക്കം. സ്തോത്രം, ഹല്ലേലൂയ. ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്കില്ലായിരിക്കാം. പക്ഷെ ദൈവമക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒന്നാണ് പിണക്കം. ഏറ്റവും 6ാമത്തെ പാപമാണ് അസൂയ. പിണക്കവും അസൂയയും ചേട്ടനന്യന്മാരെ പോലെ നിൽക്കുകയാണ്. ബാക്കി പറയപ്പെട്ട 4 പാപങ്ങളും നമ്മളിൽ ഇല്ലെന്ന് വെച്ചാലും ഈ 2 കാര്യങ്ങൾ നമ്മളിൽ ഇല്ലെന്ന് പറയുന്നത് കള്ളമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പിണക്കത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് സ്ട്രൈഫ്, ഭവനങ്ങൾ തകത്തുനിന്ന് പുറത്തു പോകണം. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നിന്ന് അത് പുറത്തു പോകണം. പിശാച് നിന്റെ നന്മകളെ കവരുവാൻ, നിന്റെ വീട്ടിനകത്ത് സമാധാനത്തെ കെടുത്തിക്കളയുവാൻ, ഭർത്താവിനെ ഒരു തട്ടിൽ, ഭാര്യയെ ഒരു തട്ടിൽ, കുഞ്ഞുങ്ങളെ വേറൊരു തട്ടിൽ, അങ്ങനെ ഭരിക്കാനായി നിൽക്കുമ്പോൾ, ഡിവൈഡ് ചെയ്ത് നിർത്തുമ്പോൾ,
ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ every spirit of strife we break it in the name of Jesus. ഹല്ലേലൂയ. എന്താണ് സ്തോത്രം? ഹല്ലേലൂയ. പിണക്കത്തിന്റെ പ്രത്യേകത സ്തോത്രം, മറ്റുള്ളവരെന്തു ചിന്തിക്കും, മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യത്തിലൂടെ പോകണം. ഒരു കുടുംബത്തിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തവരുണ്ട്. രാവിലെ ഞാൻ ഇത്ര മണിക്ക് എഴുന്നേൽക്കുമ്പോൾ എനിക്കിത് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന സ്വഭാവം മാറുമെന്ന് പറയുന്നവരുണ്ട്. ഈ മക്കളെ, അത് ദൈവികമല്ല. പിണക്കം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കാത്തവരുണ്ട്, കീഴടങ്ങിയിരിക്കാത്തവരുണ്ട്, പിണങ്ങിയിരിക്കുന്നവരുണ്ട്. ദൈവവചനം അതിന് അനുവദിക്കുന്നില്ല. പിണക്കം ദൈവത്തിൻ്റെതല്ല. നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ യാഗം കഴിക്കാൻ പോകുന്നതിന് മുമ്പേ യാഗവസ്തു അവിടെ വെച്ചിട്ട് നിന്റെ സഹോദരനോട് പോയി നിരപ്പാകണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. പിണക്കങ്ങളെല്ലാം ഭവനം വിട്ടു പോകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. താങ്ക് യു ലോർഡ്. ആമേൻ. ഫൈറ്റുകൾ, പരസ്പരം വാക്കുകൾ കൊണ്ടുള്ള ഫൈറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. സ്തോത്രം. നമ്മൾ പറയത്തില്ലേ, ഈ പിണക്കം ചില ആൾക്കാരുണ്ട്, നിസ്സാര കാര്യത്തിന് പിണങ്ങും. പക്ഷെ അവർ പറയുന്നത് കേട്ടാലോ വലിയ വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളാണ് പറയുന്നത്. ഈ മക്കളെ, കാണുന്ന സഹോദരന്മാരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പ്രസംഗം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നിസാര കാര്യത്തിന് പിണങ്ങരുത്. നിസാരമൊന്നല്ല, ഏത് കാര്യത്തിനും പിണങ്ങാൻ ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല. സ്തോത്രം. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, അവരാണ് എല്ലാം, അവരിലൂടെ എല്ലാം നടക്കാവുള്ളൂ. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യരുണ്ട്. വി ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ദൈവമക്കളെ, രാത്രി വളരെ നിരാശയോട് പറയട്ടെ, ഒരു പായിലിരുന്ന് ആരാധിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ കഴിയാതെ 4-5 ഗ്രൂപ്പുകളുള്ള സഭകളുണ്ട്. അത് ദൈവികമല്ല. സഭ വളരത്തില്ല. ദൈവത്തിന്റെ മഹത്വം ആമേൻ വെളിപ്പെടത്തില്ല. പാപികൾ മാനസാന്തരപ്പെടത്തില്ല. സഭയ്ക്കകത്ത് ഐക്യതയില്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ നമുക്ക് എങ്ങനെ നേടാൻ കഴിയും? ശത്രുവിനതറിയാം. അതുകൊണ്ടാണ് പല തട്ടിൽ മനുഷ്യരെ നിർത്തി അവൻ പലതിൻ്റെ പേരിൽ, ഒരുപക്ഷെ ഡോക്മയുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയുടെ കാര്യത്തിലായിരിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യത്തിലായിരിക്കാം, ചിലർക്ക് ആളാവാൻ വേണ്ടി ആയിരിക്കാം, ചിലർ അവനെ അങ്ങനെ ആളാക്കത്തില്ല എന്ന് പറഞ്ഞായിരിക്കാം. എന്താണെങ്കിലും ദൈവവചനത്തിന്റെ ഇറ്റ്സ് എ സിൻ. പിണക്കം ഒരു പാപമാണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് അസൂയയാണ്. സ്പിരിറ്റ് ഓഫ് ജലസി. സ്തോത്രം. സ്പിരിറ്റ് ഓഫ് ജലസി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അസൂയ. ആമേൻ. മീ ഫസ്റ്റ് ആൻഡ് എവ്രിവൺ എൽസ് ആഫ്റ്റർ. എനിക്ക് ഒന്നാമത് പോകണം, ബാക്കി എല്ലാവരും എൻ്റെ പുറകിന് വരണം. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, എനിക്ക് ശേഷം പ്രളയം. അങ്ങനെ ആവരുത് നമ്മുടെ ജീവിതം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എനിക്കത് വിഷയമല്ല. ഈ ജലസി ഉള്ളവർ, അസൂയ ഉള്ളവർ എപ്പോഴും അവരുടെ വാക്ക് ഞാൻ, എൻ്റെ എന്നൊക്കെ ആയിരിക്കും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഈ പറയപ്പെട്ട 6 പാപങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, സ്തോത്രം, ശ്രദ്ധിക്കുക, ചെറിയ പാപം വലിയ പാപം എന്നൊരു പാപമില്ല. ഈ 6 പാപത്തിനും ദൈവത്തിന്റെ വചനം കൊടുത്തിരിക്കുന്നത് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് മദ്യപാനികളെ നമ്മൾ ആമേൻ പഴിക്കുന്നത് പോലെ, മദ്യപാനി മാനസാന്തരപ്പെടുന്നു പറയുന്ന പോലെ, പിണക്കമുള്ളവർ മാനസാന്തരപ്പെടണം. വെറിക്കൂത്തുകാരൻ മാനസാന്തരപ്പെടണമെന്ന് പറയുന്ന പോലെ പിണക്കമുള്ളവൻ മാനസാന്തരപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ശയനമോഹങ്ങളുള്ളവർ മാനസാന്തരപ്പെടണമെന്ന് നാം പറയുന്ന പോലെ അസൂയ ഉള്ളവർ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദിയോട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതില്ലാത്ത ഏതെങ്കിലും പേര് പറയപ്പെട്ടതോ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതുമായ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം പാസ്റ്ററെ? കൺഫസ് ആൻഡ് റിപ്പന്റ്, ഇൻക്ലൂഡിങ് മീ. ശോധന ചെയ്താട്ടെ, ഇതിലേതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ രാത്രി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം. മുറുകെ പറ്റുന്ന പാപം വിട്ട് നമുക്ക് ഓടാം ഇന്ന് രാത്രി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വി ഹാവ് എ ഡ്യൂട്ടി ടു വാക്ക് ഇൻ ഹ്യൂമിലിറ്റി. താഴ്മയിൽ നടക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അടുത്ത വാക്യം ഉണ്ടല്ലോ,
എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. നിങ്ങളൊന്ന് നോക്കണമേ, 14-ാമത്തെ വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. ഈസ് കമ്മിങ് ടു ദ പോയിന്റ്. പൗലോസ്ലീഹ ആമേൻ വളരെ വ്യക്തമായിട്ട് ഓപ്പണായിട്ട് പറയാ, പുട്ട് ഓൺ ടു ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ധരിക്കുക. നിങ്ങളിരിക്കുന്ന സ്ഥലത്തിരുന്നോണ്ട് പറഞ്ഞ ക്രിസ്തുവിനെ ധരിക്കുക. പുട്ട് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ധരിക്കുക. പ്രൈസ് യു മാസ്റ്റർ, വർഷിപ്പ് യു ലോർഡ് ജീസസ്. എല്ലാ കോൺവെർസേഷനിലും എല്ലാ സംഭാഷണങ്ങളിലും യേശു കർത്താവായിരിക്കണം നമ്മുടെ മുഖ്യമായ വിഷയം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാമത്തെ വാക്യം, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റു എല്ലാവരും ഒരാത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ഈ മക്കളെ, വി ആർ വൺ ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ വാക്കുകളിലെല്ലാം യേശു കർത്താവായിരിക്കണം. നമ്മൾ ഈ കർത്താവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. കർത്താവിന്റെ വരവ് കാത്തിരിക്കുന്ന ദൈവസഭയെ നീ ക്രിസ്തുവിനെ ധരിക്കണം. സ്തോത്രം. എന്തുവാ കർത്താവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ? we are to adopt his character as our character. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി തീരണം. ക്രിസ്തുവിന്റെ ജീവിത രീതി നമ്മുടെ ജീവിത രീതിയായി തീരണം. ക്രിസ്തു ഈ ഭൂമിയിൽ നടന്നതുപോലെ നാം ഈ ഭൂമിയിൽ നടക്കണം. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സത്യമാണ്. ഹി ഈസ് ദ ട്രൂത്ത്. സോ വി ആർ ടു വാക്ക് ഇൻ ദ ട്രൂത്ത്. അതുകൊണ്ട് നാം സത്യത്തിൽ നടക്കണമെന്ന് ദൈവവചനം പറയുന്നു. നമ്മുടെ കർത്താവ് വെളിച്ചമാണ്. അതുകൊണ്ട് നാം വെളിച്ചത്തിൽ നടക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹി ഈസ് ടു ഗോഡ്, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. ഹല്ലേലൂയ. എന്റെ കർത്താവ് വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് നാമും വിശ്വസ്തരായിരിക്കണം. And the Bible says he is holy and we are to be holy. എൻ്റെ കർത്താവ് സ്തോത്രം വിശുദ്ധനായിരുന്നു. അതുകൊണ്ട് നാമും വിശുദ്ധരായിരിക്കണം. He loves the Father and we are to love the Father. എൻ്റെ കർത്താവ് പിതാവിനെ സ്നേഹിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് നാമും പിതാവിനെ സ്നേഹിക്കുന്നവരായി തീരണം. ആമേൻ. എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ നടന്നപ്പോ എൻ്റെ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് നാമും ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, 1 യോഹന്നാൻ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ ആമേൻ ഇത് വ്യക്തമായിട്ട് ആമേൻ പറയുന്നുണ്ട്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടുന്നതാകുന്നു. ഞാൻ അവനിൽ വസിക്കുന്നു എന്ന് പറയുമ്പോ, ഞാൻ അവനെ ധരിക്കുന്നു എന്ന് പറയുമ്പോ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ നടക്കുന്നത് പോലെ നടക്കേണ്ടുന്നതാകുന്നു. കർത്താവ് ഭൂമിയിൽ നടന്നതുപോലെ നാം നടക്കണമെന്നാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പരിപാടി എന്തുവാ? ദൈവത്തിന്റെ കാര്യപരിപാടി ഒരു വിശുദ്ധനെ വളർത്തുക എന്നുള്ളതാണ്. അതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ജീവിതം പോലെ അതേ ജീവിതം ഈ ഭൂമിയിൽ നമ്മിൽ വെളിപ്പെടാനാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ക്രിസ്തു നടന്നതുപോലെ നടക്കാൻ. ഹൗ മെനി ഓഫ് യു പ്രേ? നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ കർത്താവ് ഈ ഭൂമി നടന്ന പോലെ എനിക്ക് നടക്കണം. അവിടുത്തെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവിടുത്തെ ഹിതം എൻ്റെ മേൽ നിറവേറണം. അവിടുന്ന് പിതാവുമായിട്ട് ഇണപിരിയാത്ത ബന്ധമുണ്ടായിരുന്ന പോലെ എനിക്കും പിതാവിനോട് കൂടെ നടക്കണം. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. എത്ര പേര് പ്രാർത്ഥിക്കും, സ്വർഗീയ പിതാവേ, അവിടുത്തെ ഹിതം എന്നിൽ നിറവേറണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? എൻ്റെ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധിയിൽ നടന്നതുപോലെ എനിക്ക് വിശുദ്ധിയിൽ നടക്കണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവേ, ആമേൻ, ദൈവത്തിൻ്റെ ഹിതത്തിൽ നടന്ന കർത്താവിനെ പോലെ ദൈവത്തിൻ്റെ ഹിതത്തിൽ നടക്കുന്നത്, ഹല്ലേലൂയ, ആമേൻ, തൻ്റെ വേല ചെയ്ത് തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നന്ദിയോട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് എൻ്റെ യേശുവിനെ പോലെ ആയിത്തീരണം. പുട്ട് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ധരിക്കുക. നാം ഡ്രസ്സ് ധരിക്കുന്നതുകൊണ്ട് നമ്മുടെ നഗ്നത ആരും കാണാത്തത്. നമ്മുടെ ഡ്രസ്സാണ് മറ്റുള്ളവർ കാണുന്നത്. ഇതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ?
ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ നമ്മളെ അല്ല കാണേണ്ടത്, ക്രിസ്തുവിനെ കാണണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പറ, ഞാൻ മരിക്കട്ടെ, ക്രിസ്തു എന്നിൽ ജീവിക്കട്ടെ. ഞാൻ മരിക്കട്ടെ, ക്രിസ്തു എന്നിൽ ജീവിക്കട്ടെ. ഞാൻ ക്രിസ്തു തന്നെ ആയിത്തീരട്ടെ. എൻ്റെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും ക്രിസ്തുവായി തീരട്ടെ. ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ, ആമേൻ. ഞാൻ ക്രിസ്തുവിനെ പോലെ ആയിത്തീരട്ടെ, ക്രിസ്തുവിനെ ധരിക്കാൻ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. വെളിച്ചത്തിന്റെ ആയുധത്തെ ധരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതായിരുന്നില്ലേ? ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതായിരുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവനെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളാൻ പറയുന്നു. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തത്തോടുള്ള വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളണം. ആമേൻ. ദൈവത്തിന്റെ സർവായുധവർഗം. അവിടെ പറയാ, അരയ്ക്ക് സത്യം കെട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സമാധാന സുവിശേഷം ഒരുക്കം കാലിന് ചെരുപ്പായിരിക്കണം, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാനുള്ള വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം, രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളണം. സത്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത് നാം ഇപ്പൊ വായിച്ച വാക്യം തന്നെയാണ്. പുട്ട് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാ. ദാറ്റ് ഈസ് എ റിയൽ റെവലേഷൻ ഇൻ ദിസ് പർട്ടിക്കുലർ ബിബ്ലിക്കൽ പോർഷൻ. എഫേസ്യർ 6:13 തൊട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ ധരിക്കുക എന്നാ പറയുന്നത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അരയ്ക്ക് സത്യം കെട്ടുക. ആരാണ് സത്യം? കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആമേൻ. നീതി എന്ന കവചം. ആരാണ് നീതി? എൻ്റെ കർത്താവാണ് എൻ്റെ നീതി. ജീസസ് ഈസ് മൈ റൈറ്റസ്നെസ്. സ്തോത്രം. ഹല്ലേലൂയ. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. ആരാണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഓർത്തുകൊള്ളുക. ആമേൻ. കർത്താവാണ് സുവിശേഷം, യേശുവാണ് സുവിശേഷം. ജീസസ് ഈസ് ദ ഗോസ്പൽ. സ്തോത്രം. ആമേൻ. വിശ്വാസം എന്ന പരിചയം എടുക്കുക. ആമേൻ. വിശ്വാസം നാം പറയാൻ, നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. യേശുവാണ് വിശ്വാസം. രക്ഷ എന്ന ശിരസ്ത്രം. രക്ഷിക്കപ്പെടുവാൻ ഭൂമിക്ക് മീതെ ആകാശത്തിന്റെ കീഴിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. The helmet of salvation, that is Jesus Christ. ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. ദൈവവചനം. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഹല്ലേലൂയ. That is Jesus Christ. അപ്പോ ദൈവമക്കളെ, ആമേൻ, പൗലോസ്ലീഹ പറയുന്ന വേറെ ഒന്നുമല്ല, put on the Lord Jesus Christ. നീ യേശുവിനെ ധരിക്കുക. നിന്റെ തലയിൽ യേശു. സ്തോത്രം. നിന്റെ അരയിൽ യേശു. നിന്റെ അവൻ കവചമായിട്ട് യേശു. നിന്റെ കാലിൽ ചെരിപ്പായി യേശു. നിന്റെ കയ്യിൽ വാളായി യേശു. നിന്റെ കയ്യിൽ പരിചയായി യേശു. ഓ ശമർത്ഥനാദിയാന, ഇന്ന് രാത്രി നീ മുഴുവനുമായി യേശുവിൽ ലയിച്ചു ചേരട്ടെ. Christian life, this is the revelation. Christian life is being one with Christ. ക്രിസ്തുവിനോടുകൂടെ ഒന്നായി തീരുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്ത് എന്തുവാ സംഭവിച്ചത്? നിങ്ങളുടെ വിവാഹത്തിന് 2 കരവും കോർത്തു പിടിച്ച് തന്നിട്ട് നിങ്ങളെ യോജിപ്പിച്ചത് കല്യാണം കഴിച്ചവരോടായി പറയുന്നത്. ദൈവത്തിന്റെ ദാസന്മാര് പറഞ്ഞു, നിങ്ങൾ ഇനി മേലാൽ 2 അല്ല 1 അത്രയാകുന്നു. ഈ മർമ്മം വലിയത്. ക്രിസ്തുവിനെയും സഭയെയും ആമേൻ ഹാലിൽ ഉദ്ദേശിച്ചത്ര പറഞ്ഞത്. എഫേസ്യർ 5:31 അതിന്റെ തൊട്ടുമേലിൽ തന്നെ ഉണ്ട്. ഇതാണ് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത്. ഇനി നമ്മൾ മേലാൽ 2 അല്ല, നാം ഒന്നായിത്തീരുന്നു. നാം ക്രിസ്തുവിന്റെ ശരീരമായി തീർന്നു. സ്തോത്രം. ആമേൻ. വേറൊരു ഇസത്തെ പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഇസത്തിന്റെ ആമേൻ സ്തോത്രം ആമേൻ പടയാളിയായി തീരാം, അതിന്റെ പ്രചാരകനായി തീരാം.
ഇസ്ലാം മതത്തെ പറ്റി പഠിച്ചാൽ നിങ്ങൾക്കൊരു മുസ്ലിമായി തീരാം. ഹൈന്ദവ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ, അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്കൊരു ഹൈന്ദവനായി തീരാം, ഒരു ജൈനനായി തീരാൻ, ഒരു ബുദ്ധമതക്കാരനായി തീരുവാൻ, ഒരു പാഴ്സിയായി തീരുവാൻ നിങ്ങൾക്ക് പ്രയാസമില്ല. പക്ഷേ ദിസ് ഈസ് ദ റെവലേഷൻ. ഇഫ് യു വാണ്ട് ടു ബി എ ക്രിസ്ത്യൻ, യു വാണ്ട് ടു ബി വൺ വിത്ത് ക്രൈസ്റ്റ്. നീയും ക്രിസ്തുവുമായിട്ട് ഒന്നായി ചേരണം. ഹല്ലേലൂയ. ദിസ് എ റിലേഷൻഷിപ്പ്. നോബഡി കൻ സെപ്പറേറ്റ്. ആ ഒരു ആത്മീക അവൻ വെളിപ്പാട് അകത്ത് വെച്ചുകൊണ്ടാ പൗലോസ് ലീഗ പറഞ്ഞേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. എന്നെ കട്ട് ചെയ്താൽ എൻ്റെ കർത്താവിനെ ഞാൻ കട്ട് ചെയ്യുന്നേ. കമോൺ, ഇന്ന് രാത്രി ആ ഒരു വെളിപ്പാടിലേക്ക് വരാൻ പറ്റുമോ? എന്നെ അല്ല അടിച്ചത്, എൻ്റെ കർത്താവിനെ അടിച്ചതെന്ന് ആ ബന്ധത്തിലേക്ക് വന്നാലുണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക് വരാനാ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഓ മൈ ഗാഡ്, ഇറ്റ്സ് നോട്ട് മീ ബട്ട് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ. ഒന്ന് പറഞ്ഞാട്ടെ, ഇത് പറയുമ്പോണ്ടല്ലോ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകും. നോട്ട് മീ ബട്ട് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ. പറഞ്ഞോ, അത് പറഞ്ഞോ. But not me, but Christ lives in me. Hallelujah. Galatyar 2:20, I have been crucified with Christ. And it's no longer I live, but Christ lives me. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഒരു 10 പ്രാവശ്യം അങ്ങ് പറഞ്ഞോ, Christ lives in me. Hallelujah. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നത്. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നത്. ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പൊ നാളെ ആരെങ്കിലും നമ്മോട് പിണങ്ങിയാൽ അവർ ക്രിസ്തുവിനോടാ പിണങ്ങിയെന്ന് പറ. അവൾ എന്റെ അല്ല പറഞ്ഞത്, ക്രിസ്തുവിനെയാ പറഞ്ഞത്. Hallelujah. Me and my Christ is no longer two, we are one. ഷാജെ, നീ കേൾക്കുന്നുണ്ടോ ഇത്? Me and my daddy, we are one. We are in one union. Oh, Shamar Thanasi al Thareriam Thara. No longer I who live, but Christ who lives in me. Hallelujah. Thank you, Jesus. In the name of the Lord. Hallelujah. Oh, amen. Amen. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ അകത്ത് വസിക്കുന്നു. Hallelujah. എത്ര മാധുര്യമാ ക്രിസ്തീയ ജീവിതം എന്നറിയാമോ? ക്രിസ്തീയ വീട്ടിൽ ജനിച്ചുകൊണ്ട് ക്രിസ്ത്യാനി ആവത്തില്ല. ഈ ക്രിസ്തുവിനെ ധരിക്കണം. പൗലോസ് ലീഗ പറയുന്നൊരു ബ്യൂട്ടിഫുൾ ടേമാണ്. ഹല്ലേലൂയ. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ഞാൻ ജീവിക്കുന്നത്, ക്രിസ്തുവിൽ ഞാൻ ചലിക്കുന്നത്, ക്രിസ്തുവിൽ ഞാൻ എന്തു ചെയ്താലും അതെല്ലാം ക്രിസ്തുവിൽ. ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിലാണ്. അതാ പൗലോസ് ലീഗ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. The old has gone. പഴയത് പോയി കേട്ടോ. ഹാലലൂയ. പഴയതിനെ ഇനി പൊക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. ഓ, ഐ എം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്, ഐ എം എ ന്യൂ ക്രിയേഷൻ. നിങ്ങളിന്ന് രാത്രി അതൊന്ന് ക്ലെയിം ചെയ്യാമോ? ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ. ആമേൻ. രോഗശക്തികൾ ഓടി മാറും. ഇഫ് യു സേ ഐ എം എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാണ്. യേശുവിനെ സ്വീകരിക്കാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ നീ ഒരു പുതിയ സൃഷ്ടിയാകുക. ന്യൂ ക്രിയേഷൻ. ഹല്ലേലൂയ. സകലവും കർത്താവ് പുതുതാക്കി തരും. സകലവും കർത്താവ് പുതുതാക്കി തരും. സകലത്തെയും കർത്താവ് പുതുതാക്കി തരും. താങ്ക് യു ജീസസ്. റോമാലേഖനം 13-ാം അധ്യായം ഏറ്റവും അവസാനത്തെ വാക്യത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. എൻ്റെ ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് ഡു നോട്ട് പ്രൊവൈഡ് ഫോർ യുവർ ഫ്ലഷ് എന്ന. അതിൻ്റെ പച്ച മലയാളത്തിൽ അതിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. ജഡത്തിന് തീറ്റി കൊടുക്കരുത്, അതിൻ്റെ കറക്റ്റ് മീനിങ്. ജഡത്തെ തീറ്റി പോറ്റരുത്. ജഡത്തെ പട്ടിണിക്കിടണമെന്നാണ് സത്യത്തിൽ അതിൻ്റെ അർത്ഥം.
ജഡത്തെ പട്ടിണിക്കിടണം. ഡു നോട്ട് പ്രൊവൈഡ് ഫോർ യുവർ ഫ്ലഷ്. നമ്മൾ രാവിലെ എവിടെയെങ്കിലും പോന്നു, എന്തെങ്കിലും നമ്മുടെ ബ്രെയിനകത്ത് കയറി ഒരു പാപത്തിന്റെ ചിന്ത ഒരു സീഡായിട്ട് നമ്മുടെ അകത്ത് വീണു, നമ്മൾ പോലും അറിയുന്നില്ല. ആ തോട്ട്, ആ ചിന്ത, ആ മോഹം എന്നൊക്കെ ദൈവത്തിന്റെ വചനം പറയും, അതവിടെ വീണ് കിടക്കുകയാണ്. നമ്മുടെ ഫ്ലഷിന് നമ്മൾ തീറ്റി കൊടുത്തു. നമ്മുടെ ഫ്ലഷിനെ നമ്മൾ എന്നാ പറഞ്ഞേ, മോഹങ്ങൾ ജനിക്കുമാറ് നമ്മൾ അവിടെ ഒരു സീഡിട്ട് കൊടുത്തു. സ്തോത്രം. ജഡത്തിനായിട്ട് നമ്മൾ ചിന്തിച്ചു. ഒറ്റ സെക്കൻഡിലേക്ക് ഒരു സംഭവം മിന്നി പറഞ്ഞ കുഴപ്പമില്ല, അതേ പിന്നെയും ഞാൻ യങ്സ്റ്റേഴ്സിനോട് പറയാറുണ്ട്, ഹൃദയത്തിലിട്ട് താലോലിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ജഡത്തിനായിട്ടുള്ള ചിന്തയാണ്. ഫ്ലഷ്ലി ലസ്റ്റ്, അവോയ്ഡ് ഇറ്റ്. ദൈവത്തിന്റെ വചനം പറയാണ്, നീ നിന്റെ ജഡത്തെ പരിപോഷിപ്പിക്കുകയാണ്, നീ ജഡത്തിനായിട്ട് ചിന്തിക്കുന്നു. യാക്കോബ് 1:14 പറയുന്ന കേട്ടോ, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. സ്തോത്രം. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. മോഹമാണ് ഇതിന്റെ എല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്ന് വെച്ചാൽ എന്താ മോഹം? ഡിസയറും ഉണ്ട്. നമുക്ക് ദൈവത്തിന്റെ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ഇച്ഛ തന്നിട്ടുണ്ട്, ഇച്ഛാശക്തി എന്ന് പറയും. മോഹവും ഇച്ഛയും മീൻസ് എനിക്ക് അകത്ത് ദൈവം തന്നേക്കുന്ന ഒരു പോസിറ്റീവ് ഡിസയർ ഉണ്ട്. അതിന്റെ കാര്യമല്ലേ ഈ പറയുന്നത്, ഇത് ജഡത്തിന്റെ ചിന്തയെ പറ്റിയാ പറയുന്നത്. എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ദൈവത്തിന്റെ വചനം പറയാം, നാം ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജഡത്തിൽ പരീക്ഷ ഉണ്ടാവും. 2 രീതിയിലുള്ള ഫൈറ്റാണ് നടക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഹൃദയമുണ്ട്, മനസ്സുണ്ട്, നമുക്ക് വില്ലുണ്ട്, ഇമോഷനുണ്ട്, നമുക്കിതെല്ലാം ഉണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് ചിലപ്പോൾ നമ്മൾ അറിയാതിരിക്കുമ്പോൾ എത്ര ഭക്തനാണെങ്കിലും ഒരു വിക്കറ്റ് ഡിസയർ നമ്മുടെ ഹൃദയത്തിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, ആമേൻ, അവൻ ആ ചിന്തയെ കീഴ്പ്പെടുത്താൻ പഠിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ വചനം റോമർ 6:14 പറയുന്നു, കൃപയ്ക്കത്ര നിങ്ങൾ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഞാൻ കൃപയ്ക്ക് അധീനനായതുകൊണ്ട് പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ആത്മാവിനനുസരിച്ച് നടക്കുന്നവന് ജഡത്തിനനുസരിച്ച് നടക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പൊ ഈ ഭാഗത്തിന്റെ ഈ ഒറ്റ വാക്യത്തിന്റെ അർത്ഥം, 14ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ടിന്റെ അർത്ഥം വേറൊന്നുമല്ല. We are to give no thought to the desires of the flesh. നമ്മുടെ നമ്മുടെ അകത്ത് മോഹം ജനിക്കുമാറ് ജഡത്തിന്റെ ഒരു ചിന്തയും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഇച്ചിരി ടഫായിട്ട് നമുക്ക് തോന്നും, ആശ്രയ മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ സത്യമാ. പക്ഷെ ഇന്ന് രാത്രി പഴയ നിയമ ഭക്തന്മാർക്കൊന്നും ഇല്ലാതിരുന്നൊരു സപ്പോർട്ടുണ്ട്, ഒരു പ്രൊവിഷൻ ഞാൻ പറഞ്ഞുതരാം. ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ യുദ്ധത്തിൽ നമ്മളെ ജയാളിയായിട്ട് വഴി നടത്തും. വിശ്വസിക്കുക. സ്തോത്രം. പാടാണെന്ന് ചിന്തിക്കരുത്. ചിന്തകളെ ജയിക്കാൻ, ലോകത്തിന്റെ ചിന്തകളെ ജയിക്കാൻ, യെസ്, 1 യോഹന്നാൻ 4:4, നിങ്ങളുടെ അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. രാത്രി വിളിച്ചു പറ, എൻ്റെ അകത്തിരിക്കുന്ന ദൈവം ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ചിലർക്ക് ഭയമാ, പേടിയാ, ഞാൻ പാപം ചെയ്തു പോകുമോ എന്ന പേടി. ഇയ്യോബിനെ പോലെ നീ ഭയപ്പെടരുത്. രാത്രി നീ വിളിച്ചു പറ, 1 കൊരിന്ത്യർ 15:57, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം
ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൈവ പൈതൽ ദൈവത്തെ വിശ്വസ്തയോട് സേവിക്കണം. നമ്മളെ കർത്താവ് വീട്ടിൽ ചേർക്കുന്നിടം വരെ ആമേൻ. നമ്മെ രക്ഷിക്കപ്പെട്ടത് അതിനുവേണ്ടിയാണ്, കർത്താവിനോടുള്ള ബന്ധത്തിൽ തുടരാനാണ്. ഈ മക്കളെ, ഇന്ന് രാത്രി ആത്മാവിൽ നമുക്ക് പറഞ്ഞ, കർത്താവേ, ഓരോ ദിവസവും ഞാൻ കർത്താവിനുള്ള സ്നേഹത്തിന്റെ ആർദ്രതയിൽ വർദ്ധിച്ചു വരട്ടെ. കർത്താവിനുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വർദ്ധിക്കട്ടെ. ലോകത്തോടുള്ള എൻ്റെ അറ്റാച്ച്മെന്റ് എല്ലാം ഡിറ്റാച്ച് ആകട്ടെ. എൻ്റെ കർത്താവിനോട് ഞാൻ കൂടുതൽ അറ്റാച്ച് ആകട്ടെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, കർത്താവുമായിട്ട് നാം എത്രയും അറ്റാച്ച് ആകുമോ, ഈ ലോകത്തോട് നാം ഡിറ്റാച്ച് ആയിക്കൊണ്ടിരിക്കും. ഈ സ്തോത്രം പ്രകൃതിയെ വിട്ട് നാം മുകളിലോട്ട് ഉയരുമ്പോ ഗുരുത്വാകർഷണ ശക്തി നമ്മുടെ മേൽ അതിന്റെ ശക്തിയെ ചെലുത്താൻ പറ്റാത്ത പോലെ, സ്പേസിൽ പോകുന്നവരെ കണ്ടിട്ടില്ലേ, there is no gravitational force there എന്നതുപോലെ ക്രിസ്തുവിൽ നീ അലിഞ്ഞു ചേർന്നാൽ ലോകത്തിന് നിന്നെ വലിക്കാൻ പറ്റില്ല താഴേക്ക്. പാപത്തിന് നിന്നെ താഴോട്ട് വലിക്കാൻ പറ്റില്ല. നിന്റെ ജഡത്തിന് നിന്നെ പ്രലോഭിപ്പിച്ച് ഒതുക്കാൻ കഴിയത്തില്ല. ആത്മാവിനാൽ നീ ജഡത്തെ ജയിക്കുക. The Holy Spirit is there, the wonderful counselor. സ്തോത്രം. ബലത്തോടെ നിന്നെ നിർത്തുന്ന ഒരു ദൈവകൃപ. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ പാസ്റ്ററാണ്, പ്രസംഗിക്കുന്ന ആളാണ്, പക്ഷെ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ എനിക്ക് നിന്റെ കൃപ ആവശ്യമാണ്. So take away all the perverted thoughts from my heart. എൻ്റെ ഹൃദയത്തിൽ ആമേൻ ജഡത്തിന് അനുസൃതമായ ഒരു ചിന്ത വരുവാൻ അനുവദിക്കരുതപ്പ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കുവാൻ ഇടവരരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ പറ്റിയുള്ള ഉത്തരവാദിത്വം. ഒരു വിശുദ്ധനായ ഒരു ദൈവമക്കളെ സംബന്ധിച്ചോളം അവൻ സഭയിൽ അവന് ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അതൊക്കെ ചിന്തിച്ചതാണ്. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ടൈത്ത്, നിങ്ങളുടെ ടാലൻസ്, നിങ്ങളുടെ സമയം, നിങ്ങളുടെ അധ്വാനത്തിൽ നിന്നുള്ള നിങ്ങളുടെ പണവും നിങ്ങളുടെ ടാലന്റുകളും ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. ആമേൻ. ഈ ലോകത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത എന്തെന്നറിയാമോ? നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ക്രിസ്തുവിനെ നിങ്ങളിലൂടെ വരച്ചു കാട്ടുക എന്നുള്ളതാണ്. യു ആർ ദ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ കർത്താവിൻ്റെ മക്കൾ കർത്താവിൻ്റെ പത്രങ്ങളായില്ലെങ്കിൽ ആര് കർത്താവിന് വേണ്ടി നിൽക്കും? സ്തോത്രം. ഇതൊരു ഒബ്ലിഗേഷനാണ്. ഇത് നമ്മുടെ ചുമതലയാണ്. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പല വിശ്വാസികളും ഇത് മറന്നുകൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. റോമാലേഖനം വെറുതെ അല്ല കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. നാം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കുന്നുവോ? നാം ക്രിസ്തുവിനെ ധരിക്കുവാൻ തയ്യാറാകുമെന്നോ? രാത്രി നമുക്ക് ക്രിസ്തുവിനെ ധരിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എല്ലാം തികഞ്ഞവരായെന്നുള്ള ഭാവത്തിലാണോ നാം ഇരിക്കുന്നത്? നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. നാം നമ്മെ തന്നെ ചതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അത് വിഷയമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ ഇരുന്നാലും കർത്താവിന് നിങ്ങളെ പറ്റിയുള്ള ആഗ്രഹം നിങ്ങൾ കർത്താവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ഇന്ന് രാത്രി വേണ്ടുന്നത് രക്ഷയാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുക എന്നുള്ളതാണ്. റാബേൻ. സ്തോത്രം. നമുക്ക് വേണ്ടുന്ന വീണ്ടും ജനനാനുഭവമാണ്. അത് തരാൻ കർത്താവ് നമ്മുടെ അടുത്തുണ്ട്. അവിടുന്ന് ഏറ്റവും അടുത്ത് നമ്മുടെ കൂടെയുണ്ട്. രാത്രി ഡു നോട്ട് പ്രൊവൈഡ് ഫോർ യുവർ ഫ്ലഷ്. ഏതു പ്രായത്തിലുള്ളവരാണെങ്കിലും ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. വിശുദ്ധിയെ തികച്ച് നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. 14 അധ്യായം ഒന്ന് തുടങ്ങി വെക്കുവാൻ ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. 14 അധ്യായം സവിസ്തരമായിട്ട് നാളെ നമുക്ക് പഠിക്കാം. ജസ്റ്റ് 14 അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ ക്രിസ്തുവിന്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. 14 അധ്യായം മോർ പ്രാക്ടിക്കൽ ലെസറാണ്. സഭയ്ക്കകത്ത് ഒരു ബലഹീനരായ വിശ്വാസിയോട് എങ്ങനെ പെരുമാറണം, ഇതാണ് ഇതിന്റെ ഇതിവൃത്തം. സ്തോത്രം. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ എന്തുവാ സംസാരിക്കുന്നത്, അത് വെച്ചിട്ട് ആ മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 14 അധ്യായത്തിൽ പൗലോസ്ലീഗ തുടർമാനമായിട്ട് ഒരു അധ്യായം തന്നെ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്തെന്നറിയാമോ?
വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് കൊള്ളണം. ഒന്നാമത്തെ വാക്യം തന്നെ, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് കൊള്ളണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഒരു മുഴുനീള അധ്യായം മുഴുവൻ അതിനുവേണ്ടി മാറ്റി വെച്ചേക്കുക. ഒരു പുതിയ സെഷൻ നമ്മൾ നാളെ മുതൽ ആരംഭിക്കുക. നിങ്ങൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് കേട്ടിരുന്നാൽ മതി. സ്തോത്രം. എന്തുകൊണ്ടാണ് പൗലോസ് ലീഗ ഒരു അധ്യായം മുഴുവൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി എടുത്തിരിക്കുന്നത്? സ്തോത്രം. ഒരു ക്രിസ്തീയ മനസ്സ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന്, നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസം വരണമെന്ന് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്? 23 വാക്യങ്ങൾ നമുക്ക് തന്നിരിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്തിൽ ഉറച്ചിട്ടില്ലാത്തവരെ നമ്മൾ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ അവരോട് പെരുമാറണം, ഇതാണ് 1 മുതൽ 12 വരെയുള്ള വാക്യത്തിന്റെ ഇതിവൃത്തം. 13-ാമത്തെ വാക്യത്തിൽ തുടങ്ങി 15-ാമത്തെ അധ്യായം 13-ാം വാക്യത്തിൽ വരെ ഈ വിശ്വാസത്തിൽ ഉറച്ചവർ, അല്ലെങ്കിൽ സ്ട്രോങ് ബിലീവേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാം, അവരുടെ സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസത്തിൽ ബലഹീനരായവർ, വിശ്വാസത്തിൽ ഉറച്ചവർ. ഇതിന്റെ കറക്റ്റ് ഒരു ആശയം നമുക്ക് അവിടെ പിടികിട്ടത്തില്ലെങ്കിലും നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഭാഗം പഠിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന ഒരാളിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, ഇതാണ് നമുക്ക് വീക്ക് ആൻഡ് സ്ട്രോങ് എന്നുള്ളതിനപ്പുറമായിട്ട് ഇത്ര വർഷം, ഒരു 15 വർഷം 20 വർഷം, ആ വർഷക്കണക്കല്ല ഈ വീക്കും സ്ട്രോങ്ങും തീരുമാനിക്കുന്നത്. നമ്മൾ വിചാരിക്കും ആ പാരമ്പര്യം, അതല്ല പറയുന്നത്. സ്തോത്രം. ഈ പുതിയ ആദിമ സഭയിലേക്ക് മാറി വന്ന വിശ്വാസികൾക്ക് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. എന്താ കോൺഫ്ലിക്റ്റ് എന്നറിയാമോ? അത് പ്രധാനമായിട്ടും ആഹാരത്തിന്റെ പേരിലായിരുന്നു. സ്തോത്രം. പക്ഷെ ദൈവത്തിന്റെ വചനം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്ത് കുടിക്കണം, എന്ത് കഴിക്കണം, ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിനൊരു അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്തീയ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിൽ അവരെങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ഈ 14-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. നാളെ സവിസ്തരമായിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ വാക്യം പറയുന്നത് വിശ്വാസത്തിൽ ബലഹീനരായവരെ ചേർത്ത് നിർത്താനാ പറയുന്നത്. ക്രിസ്തുവിനെ ധരിച്ച ഒരാള് ബലഹീനനായ ഒരാളിനെ കണ്ടാൽ അവനെ ചേർത്ത് നിർത്തണം. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭാവമാത്. പ്രൈസ് ഗാഡ്. നാളെ വചനം നമുക്ക് ധ്യാനിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രാത്രി കാഹളം ധ്വനിച്ചാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പറന്നു പോകാം. ഗോഡ് ബ്ലസ് യു. സമാധാനമില്ലാതെ അനേകർ, പ്രാണവായു ഇല്ലാതെ അനേകർ നെട്ടോട്ടം ഓടുമ്പോൾ ദൈവിക സമാധാനവും സന്തോഷവും ദൈവം നമുക്ക് തന്നല്ലോ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ. ലവ് യു ഓൾ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാളെയും വളരെ പ്രതീക്ഷയോടുകൂടി കർത്താവ് നമ്മൾ സംസാരിക്കും. ഈ 14-ാം അധ്യായത്തിൽ നിന്ന് കർത്താവ് ശക്തമായിട്ട് നമ്മൾ ഇടപെടും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല ആത്മീയ സത്യങ്ങളും പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഗോഡ് ബ്ലസ് യു ഓൾ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.